യൂദായുടെ ലേഖനം ഒരു പഠനം. പാർട്ട് നമ്പർ 22. യൂദായുടെ ലേഖനം 12-ാം വാക്യത്തിലെ ഉണങ്ങിയ വൃക്ഷങ്ങൾ എന്ന പ്രയോഗത്തിലടങ്ങിയിരിക്കുന്ന ചില അർത്ഥങ്ങളെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചു വന്നത്. ഇലകൾ ഇല്ലാത്ത വൃക്ഷം, കായ്കനികളില്ലാത്ത വൃക്ഷം, വേരില്ലാത്ത വൃക്ഷം, ഇവയായിരുന്നു നാം ചിന്തിച്ചത്. രണ്ടുരു ചത്ത വൃക്ഷം എന്ന മറ്റൊരു പ്രയോഗവും ഇവിടെ കാണുന്നുണ്ട്. പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ ഇലകൾ വാടിക്കൊഴിഞ്ഞും ആത്മീക ഫലം പുറപ്പെടുവിക്കാതെ നിലത്തെ നിഷ്ഫലമാക്കിയും ദൈവത്തിൽ നിന്നും ആത്മീക ജീവരസം വലിച്ചെടുക്കാൻ കഴിയാതെ വേരുകൾ അറ്റുപോയതുമായ വൃക്ഷം ഇപ്പോൾ ആസകലം ദ്രവിച്ചു പോയിട്ട് തീയിലിടുവാൻ അവയെ പിഴുതിട്ടിരിക്കുന്നു. രണ്ടുരു ചത്ത വൃക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ദൈവത്തിന്റെ പല നന്മകളും അനുഭവിപ്പാൻ ഇടയായി തീർന്നിട്ടും സ്വർഗീയ ദാനം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടും പരിശുദ്ധാത്മാവിന്റെ സ്പർശനമേറ്റിട്ടും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാതെ ദൈവിക സത്യത്തെ അലക്ഷ്യമായി കാണുന്നവരെ കുറിച്ചാണ് രണ്ടുരു ചത്ത വൃക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ നേരിയ സ്പർശനം ഇവർ അനുഭവിക്കപ്പെട്ടവരാണ്. കർത്താവിനെ അടുത്തറിയാൻ ദൈവവചനത്തിൽ നിന്നും ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെവിക്കൊണ്ടതുമാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ ഹൃദയകാഠിന്യമോ ആയിരിക്കാം അവർ ക്രൂശിലെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുകയോ രക്ഷിക്കപ്പെടുകയോ ചെയ്യാൻ മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ്. ആത്മീയ ലോകത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഭാന്തരീക്ഷത്തിൽ ഇതുപോലുള്ള വ്യക്തിജീവിതങ്ങളെ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ ദൈവിക വചനം പഠിക്കുവാൻ ക്ലാസുകളിൽ എത്തുകയും ആരാധനയിൽ പങ്കെടുക്കുകയും എന്തിനേറെ പറയുന്നു, സ്തോത്രക്കാഴ്ചയ്ക്ക് പോലും താല്പര്യമുള്ളവരാണ്. എന്നാൽ ഏറ്റുപറയാനോ കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിക്കാനോ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ആത്മീയ കൂട്ടത്തിൽ കൂടി ഒരു വ്യക്തിയായി മുമ്പോട്ട് പോകുക എന്നതിൽ മാത്രം അവർ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവരെയാണ് യൂദ രണ്ടുരു ചത്ത വൃക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനസാന്തരത്തിന്റെ അനുഭവത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി കൊടുത്തിട്ടും അവയെ പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞവർ എന്ന അർത്ഥമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ. ദൈവിക സ്പർശനമേറ്റവരാണെങ്കിൽ പോലും ദൈവത്തെ കാണേണ്ടതുപോലെ കാണാൻ, ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവർ സഭയിൽ പലപ്പോഴും പ്രശ്നക്കാരായി മാറാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ദൈവിക സത്യങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുന്നില്ല, എന്നാൽ അവർ അതിന് മുൻപന്തിയിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവം. ഉപദേശകാര്യങ്ങളെക്കുറിച്ചോ ദൈവവചനത്തിലെ സംശയങ്ങളെക്കുറിച്ചോ ഇത്തരക്കാരോട് ചോദിച്ചാൽ ഒരു ശുശ്രൂഷകൻ പറയുന്നതിനേക്കാൾ ഉപരിയായി വ്യക്തമായും ഇവർക്ക് പറയാൻ സാധിക്കും. പക്ഷേ ക്രിസ്തു ഹൃദയത്തിൽ ഇക്കൂട്ടരുടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. തങ്ങളുടെ ആയുസ്സിൽ പാപത്തിന് ദൈവത്തെങ്കിൽ നിന്ന് പരിഹാരം പ്രാപിക്കാതെ പാപജീവിതത്തിൽ തുടരുന്ന വ്യക്തി അന്ത്യന്യായവിധി ദിനത്തിൽ പൂർണ്ണ വ്യക്തിത്വത്തോടുകൂടി നിത്യാഗ്നിയിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയാണ് യൂദ ഓർമ്മപ്പെടുത്തുന്നത്. നിത്യമരണം, ഇതിനെ രണ്ടാം മരണം എന്നാണ് വചനം വിളിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഈ നിത്യമരണത്തിൽ നിന്നും നമ്മെ വീണ്ടെടുപ്പാൻ അത്രേ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ന കാര്യം നാം ഓർത്തിരിക്കണം. മഹാനായ D.L. മൂഡി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഒരിക്കൽ ജനിച്ചവൻ 2 പ്രാവശ്യം മരിക്കണം, 2 പ്രാവശ്യം ജനിച്ചവൻ ഒരിക്കൽ മരിച്ചാൽ മതിയാകും. ഗോഡ് ബ്ലസ് യു.